നമ്മൾ കുറേ നാളായി പ്ലാൻ ചെയ്ത് PSC എക്സാമുകൾ കാരണം മാറ്റി വെച്ച് അവസാനം നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ കം എനിക്ക് തോന്നണേ അവൻ തമ്പാനൊരു വണ്ടി വെച്ചിട്ട് ബസ് കയറി വരും. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും തലവേനൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ഒരു കടയിൽ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദോശയും കുറച്ച് സെയിം കറീസൊക്കെ പറഞ്ഞേ. പിന്നെ ഇതാണ് കേട്ടോ തെന്മല ഡാമിലേക്ക് കയറുന്ന വഴി. ഇതേപോലത്തെ 3 എണ്ണം കയറി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ വ്ളോഗർ റെസ്റ്റിങ്ങിലാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ. അങ്ങനെ വ്യൂ കണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എല്ലാവർക്കും അവരെ പോലെ ആവുന്ന രീതിയിൽ കുറച്ച് പോസൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഡാമൊക്കെ കണ്ട് മല ഇറങ്ങുകയാണ് ഗായ്സ്. ഞങ്ങൾ എക്കോ ടൂറിസ്റ്റ് വന്ന് കയറാണ്ട് പോവുകയാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ദേവിക എക്കോ ടൂറിസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എക്കോ ടൂറിസം കയറിയിട്ട് അപ്പൊ നിങ്ങള് ഇവിടെ വരുമ്പം ഇപ്പൊ എക്കോ ടൂറിസത്തിലാണ് കയറാൻ പ്ലാനിങ്. ഇവിടെ 4:30 ആണ് അഡ്വഞ്ചറസിന് വരുന്നത്. അപ്പൊ പൈസ ഉള്ളവര് ഞങ്ങളെ പോലെ പാപ്പരൊന്നും വരരുത്. പിന്നെ 130 രൂപയാണ് കാറ്റർപില്ലർ സംതിങ് അതിനുള്ളത്, ബട്ടർഫ്ലൈ പാർക്ക് സംതിങ് ഇത്. പിന്നെ 70 രൂപയാണ് ഡാമിന്, പേപ്പാർ ഡാം. ഞങ്ങൾക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി പോകുന്ന വഴിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ച് കഴിക്കുകയാണേ. ഞങ്ങൾ 2 ബിരിയാണിയും 5 ഊണ പറഞ്ഞത്. ഞങ്ങള് ഇപ്പൊ പാലരുവിൽ പോവാണ്. 7 പേർക്ക് 550 രൂപയാണ്. ഞങ്ങളിപ്പോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങള് ബൈക്കിൽ വെയിറ്റ് ചെയ്യാണ്. പാലരുവി വാട്ടർഫാൾസിന്റെ താഴെയാണ്. നമുക്ക് ഈ വഴിയാണ് പോവാനുള്ളത്. അപ്പം നമ്മൾ പോവാനായിട്ട് ഇവിടെ 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് വരും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് വരുമ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. 70 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. എന്നിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. ഓക്കെ. ഫോറസ്റ്റിൻ്റെ ബസ്സും അതേപോലെ തന്നെ KSRTC ഉണ്ട് കേട്ടോ. നമ്മൾ കയറിയിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ്. അവിടെ നല്ല തിരക്കാണ്. 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ആൾക്കാർ നിറയും, ബസ് വരും പോവും. നല്ല വഴികളാണ് കേട്ടോ. നമ്മളൊരു കംപ്ലീറ്റ്ലി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഈ കിളികളുടെ സൗണ്ടൊക്കെ ഭയങ്കര പ്യുവറായിട്ട് കേൾക്കാവേ. ഇതാണ് കേട്ടോ നമ്മൾക്ക് കയറി ചെല്ലുന്ന സ്ഥലം. ബാക്കി നിങ്ങളൊന്ന് കണ്ടോക്ക്. ഇതാണ് എൻട്രൻസ്. നമ്മളിതാ ഈ കാണുന്ന സ്ഥലത്ത് കൂടെയാണ് കയറുക. നമ്മളിതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കുറേ നടന്ന് വലയൊന്നുമില്ല, കുറച്ച് ദൂരം നടക്കാനുള്ളൂ. അത് ഭയങ്കര ഒരു സമാധാനമാണ്. എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഇതാണ് കേട്ടോ. ഭയങ്കര ഇനീക്വാലിറ്റി ആയിരുന്നു. ജെൻസൊക്കെ ഒരു സ്ഥലത്ത് കുളിക്കുക, ലേഡീസൊക്കെ വേറെ സ്ഥലത്ത്. ലൈക്ക് ജെൻസ് കുളിച്ച് കഴിഞ്ഞ് വന്ന് വെള്ളത്തിലേക്കാണ് ലേഡീസ് കുളിക്കുന്നത്. എനിക്കത് അത്ര ഇഷ്ടമായില്ല. അത് കാരണം ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയില്ല. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ റോസ്മലയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ നടുവിലാണുള്ളത്. ഇവിടെ ആനയും പുലിയും എപ്പോൾ വേണമെങ്കിലും വരാം. ടഫ് സിറ്റുവേഷൻ ആക്ച്വലി. ഓക്കെ, അവിടെ നിന്ന് ഒരു കാർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കയറ്റം കയറാൻ വേണ്ടി കുറച്ച് എനർജി കിട്ടുക. എനർജി അല്ല. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? വേർത്തോ? ഞങ്ങളുടെ മുന്നിൽ പോയൊരു ഷോപ്പ് കണി നടന്നപ്പോൾ ഞങ്ങൾക്കും എന്തിനാ കുറയ്ക്കണം വിചാരിച്ച് ചെയ്ത പണിയാട്ടത്. പക്ഷെ ഇഷ്ടമായി. അതിനുശേഷം എനിക്ക് വെള്ളം വരെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വെറുതെ തമാശയിൽ കല്ലുകളൊക്കെ വെച്ചാണ് കേട്ടോ. വെള്ളം കണ്ടപ്പോൾ നമ്മൾ പണ്ടേ കുട്ടികളല്ലേ, അതാണല്ലോ ഈ കാണുന്നത്. കുറച്ചാൾ കല്ലെടുത്ത് കളിയുന്നതും കുറച്ച് ആൾക്കാർ മഴയത്ത് കളിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഈ മീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഈ കാട്ടിൽ കൂടെ നല്ല മഴയത്ത് ഒരു വണ്ടിയിൽ ആരും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പോണ വഴിക്ക് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ പൊന്ന് ശ്രാവണം എന്ത് ചെയ്തു, നല്ലോണം അങ്ങോട്ട് സൈഡ് കൊടുത്തു. അങ്ങനെ വണ്ടി കുറച്ച് പണിയൊക്കെ കിട്ടി. പക്ഷെ നമ്മൾ അതോടെ തോൽക്കുന്നില്ല. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് ലാസ്റ്റ് കാണാം എത്ര ഹാപ്പി ആയിരുന്നു എന്ന്. ഇനി ഇതിനെപ്പറ്റി ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. നിങ്ങൾ തന്നെ കാണുക, നിങ്ങൾ തന്നെ ആസ്വദിക്കുക. എന്നിട്ട് നിങ്ങൾ പറ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഉത്സവം. പൊതുവേ ഈ ഒരു സ്ഥലം നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ എന്തുകൊണ്ടാണ് അറിയില്ല, തിരക്ക് കുറച്ച് കുറവായിരുന്നു. നമുക്ക് താഴത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ മുകളിലും കയറി നിൽക്കാം കേട്ടോ. നമ്മൾ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? വണ്ടി പണിയെന്നപ്പോ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. എന്ത് ചെയ്യും? അവസാനം വ്യൂ പോയിന്റ് കണ്ടപ്പോഴോ കഷ്ടപ്പാടിന്റെ ഫലം ഉണ്ടായില്ലേ? വണ്ടർഫുൾ, നല്ല വ്യൂ പോയിന്റ് കേട്ടോ. വാള് വെച്ച് ഞങ്ങളെ ടൈമിൽ ലേറ്റ് ആക്കിയ ജീസ്മോൾ ജോസ്. ഇവന്റെ വീട്ടിലെത്താൻ വേണ്ടി ഞങ്ങൾ ഓടിപ്പോകുന്ന ഇടയ്ക്കാണ് ജീസ് വാള് വെച്ചത്. അങ്ങനെ ഗൂഗിളിനെ കൂട്ടിക്കേറ്റി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.